നമസ്കാരം, എല്ലാവർക്കും കുമാർ കണറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1201 ആണ്ട് പിറക്കുകയാണ്. ഓഗസ്റ്റ് 17 ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്. 1200 കർക്കിടകം 31 2025 ആഗസ്റ്റ് 16 ശനിയാഴ്ച രാത്രി 1:52 ആദിത്യൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നതോടെ കൊല്ലവർഷം 1201 പിറക്കുന്നു. പിറ്റേ പ്രഭാതമായ ആഗസ്റ്റ് 17 ഞായറാഴ്ചയാണ് 1201 ചിങ്ങമാസം 1-ാം തീയതിയായി നമ്മൾ കണക്കാക്കുന്നത്. വ്യാഴം മിഥുന രാശിയിലും കർക്കിടക രാശിയിലും ഈ വർഷം നേർ വക്രസഞ്ചാരം നടത്തുന്നു. ശനിയും രാഹുവും രാശി മാറ്റമില്ലാത്ത ഒരു പ്രത്യേകതയും കൂടി ഈ 1201 വർഷത്തിന് ഉണ്ട്. ഇവിടെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി ചേർന്ന കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ ഒരു പുതുവർഷത്തോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ ഏതൊക്കെ മേഖലകളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് കണക്കാക്കാം. കാരണം 2026 ഈ ഒരു ഫലം നിലനിൽക്കുന്നതിനാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു ഫലങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട്. ഇവിടെ അവിട്ടം നക്ഷത്രക്കാർക്ക് രാഹുവും ശനിയും അത്ര ശുഭസ്ഥാനത്തിലല്ല. ഇവർക്ക് ജോലി സ്ഥലങ്ങളിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജോലി സ്ഥലങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. ഊഹക്കച്ചവടങ്ങളൊന്നും നടത്താതിരിക്കുന്നതാണ് നല്ലത്. ഊഹക്കച്ചവടമൊക്കെ നടത്തുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് പരാജയം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ചതിക്കപ്പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ വളരെയധികം മൂർച്ഛിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിലൊന്നും പോയി പെടാതെ, പണം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് ആലസ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്, ശ്രദ്ധിക്കുക. വളരെയധികം എനർജറ്റിക്കോടുകൂടി തന്നെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സമയമായിരിക്കും. കിടമത്സരങ്ങളിൽ നിന്നും മാക്സിമം നിങ്ങൾ പിന്തിരിഞ്ഞു നിൽക്കുക. വെറുതെ ആവശ്യമില്ലാതെ ആരുമായിട്ട് മത്സരിക്കാനൊന്നും പോകാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ചതയം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം കുറച്ചൊക്കെ ഒന്ന് കുറയുന്ന സമയമാണ്. ഇവർക്ക് ഉൾഭയം, ആശങ്ക, വിഷാദം എന്നീ പ്രശ്നങ്ങളൊക്കെ വരാം. പ്രണയവുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് വിഷാദ രോഗങ്ങളൊക്കെ വരാം. ആശങ്കയും ഒക്കെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടെ നിന്നവരൊക്കെ നമ്മളിൽ നിന്നും വിട്ടകന്ന് പോകുന്ന ഒരവസ്ഥയൊക്കെ വരാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ആരുമായിട്ട് അധികം അറ്റാച്ച്മെന്റിന് പോകാതിരിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. സാധാരണ രോഗങ്ങൾ വന്നാലും പെട്ടെന്ന് മാറാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശുദ്ധിയോടുകൂടി നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക. ഒപ്പമുള്ളവർ തന്നെ നമ്മളെ വിമർശിക്കുന്ന ഒരവസ്ഥയൊക്കെ വരാം. കായിക അധ്വാനമുള്ള ജോലിയിൽ നിന്നും നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും. ദിവസ വേതന ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ലഭ്യമാകും. വിദേശത്തുള്ളവരുടെ വിസ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടുന്നതുമാണ്. അടുത്തത് പൂരുരുട്ടാതിയാണ്. പലതരം സമ്മർദ്ദത്തിലാണ് പൂരുരുട്ടാതി നാളുകൾ ഇപ്പോൾ. ഇവർക്ക് ക്ഷമയും സഹിഷ്ണുതയും പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. കൂടാതെ അലസത മാറ്റിയെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അലസത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും പ്രശ്നങ്ങൾ അലട്ടുന്നതാണ്. സ്ഥാനഭ്രംശമൊക്കെ വരാം. ഉദ്ദേശിച്ച ജോലിയിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം. സാമ്പത്തിക കരുതലൊക്കെ വേണ്ടുന്ന സമയമാണ്. കുടുംബ ബന്ധങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കണം. തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്.